ഹലോ നമസ്കാരം. എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ലെവലിൽ കഥ പോയി ടെസ്റ്റിനുള്ളിൽ വേറൊരു ടെസ്റ്റ് വെച്ച അടിപൊളി മൂവിയാണ് 2025 പുറത്തിറങ്ങിയ മാർഷ്മാലോ. സിനിമയുടെ തുടക്കത്തിൽ ഒരു മുറിക്കുള്ളിൽ വെള്ളം നിറയാൻ ആരംഭിക്കും. കൂടാതെ മുറിയിലുള്ള തിങ്സ് എല്ലാം പൊങ്ങി ഒഴുകാൻ തുടങ്ങി. അതേ മുറിയിലെ ബെഡിൽ ഒരു പയ്യൻ കിടന്നുറങ്ങുന്നുണ്ട്. അവൻ്റെ പേരാണ് മോർഗൻ. മുറിയിൽ ഓരോ സെക്കൻഡിലും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൂടി വരിക. ഇന്നേരം കണ്ണ് തുറന്നു നോക്കിയ പയ്യൻ കാണുന്നത് മുറി നിറച്ച് വെള്ളം. ഇത് കണ്ട് ഭയന്ന് അവൻ ബഹളം വെക്കാൻ തുടങ്ങി. അവിടെ കട്ട് ചെയ്താൽ പിറ്റേന്ന് മോർഗൻ വീടിന് പുറത്ത് തനിയിരിക്കുക. അതായത് നേരത്തെ കണ്ട എല്ലാം നമ്മുടെ മോർഗൻ കണ്ട സ്വപ്നങ്ങളാണ്. ഇതുപോലത്തെ ഒരുപാട് സ്വപ്നങ്ങൾ അവൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇന്നേരം തൊട്ടടുത്ത വീട്ടിലെ 3 ചെക്കന്മാർ ബോൾ എറിഞ്ഞ് കളിക്കുന്നു. ഇവനും അവരെ കൂടെ കളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിനാൽ അവിടെ ചെന്ന് ഗൈസ് ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂടട്ടെ. ഇത് കേട്ടതും അതിൽ ഏറ്റവും തല തെറിച്ച പയ്യൻ, അവൻ്റെ പേര് രാജ്, ഓ പിന്നെന്താന്നും പറഞ്ഞ് ആ ബോള് അവൻ എറിഞ്ഞു കൊടുത്ത് ഫ്രണ്ട്സ് നമുക്ക് സൈക്കിൾ റൈഡിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് അവർ 3 പേരും അവിടെ നിന്ന് മുങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ ആള് തനിയാണെന്ന് അർത്ഥം. അവനൊരു ഫ്രണ്ട്സും ഇല്ല. ഇപ്പം ഇവിടെ നടന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ അവൻ്റെ മുത്തശ്ശൻ കാണും. അന്ന് രാത്രി ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ മോർഗൻ നിന്റെ സ്വപ്നം കാണുന്നത് കുറച്ച് കൂടുന്നുണ്ട്. കൂടാതെ നീ വെള്ളം കാണുമ്പോഴൊക്കെ പേടിച്ച് വരച്ചു നിൽക്കുന്നു. ഇതെല്ലാം ശരിയാക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇവിടെ സമ്മർ ക്യാമ്പ് വരുന്നുണ്ട്. നമുക്കതിൽ പോയി ജോയിൻ ചെയ്യാം. അതിൽ നിന്നെപ്പോലെയുള്ള ഒരുപാട് കുട്ടികൾ വരും. ഇല്ലമ്മ, എനിക്ക് പോകാൻ ഇഷ്ടമില്ല. ഇവിടെയുള്ളവന്മാർ തന്നെയായിരിക്കും ആ ക്യാമ്പിന് വരുന്നുണ്ടാകുക. അവരെന്നെ കൂട്ടത്തിൽ ചേർക്കില്ല. പിന്നെങ്ങനെയാ? അവിടെ പോയാലും ഞാൻ തനിയാകും. ഉടനെ മുത്തശ്ശൻ, ഇല്ല മോർഗൻ, നീ പോയാൽ നിന്റെ എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ കിട്ടും. ഇതും പറഞ്ഞ് മുത്തശ്ശൻ അച്ഛനും അമ്മയും കാണാതെ അവൻ്റെ കയ്യിൽ ഒരു കത്തി കൊടുക്കും. അതും കൊടുത്ത് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന സമയം മുത്തശ്ശന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് അങ്ങനെ അദ്ദേഹം മരിക്കും. ഇത് കണ്ട് മോർഗൻ ഭയങ്കരമായിട്ട് കരയും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അമ്മയും അച്ഛനും ഒരു വിധേന അവനെ കൂളാക്കി സമ്മർ ക്യാമ്പിന് കൊണ്ടുപോകും. ഈ ക്യാമ്പ് നടക്കുന്നത് കാടിന് നടുവിലുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ പാരൻസ് അലൗഡഡ് അല്ല. കുട്ടികൾക്ക് താമസിക്കാൻ ചെറിയ ചെറിയ ക്യാബിനുകളുണ്ട്. കുട്ടികളെ നോക്കാനായിട്ട് നിറയെ സ്റ്റാഫുണ്ട്. അതിലെ തന്നെ നമ്പർ 1 മൊരടനാണ് ഈ ഷർട്ട് ഇടാതെ നിൽക്കുന്നവൻ. ഇന്നേരം ഇൻചാർജ് വന്ന്, എടാ മര്യാദയ്ക്ക് പോയി തുണി എടുത്ത് നിൽക്ക്, കുട്ടികളൊക്കെ വരേണ്ട സമയം. കുട്ടികൾ ഓരോരുത്തരായി വന്നു തുടങ്ങി. ആ കൂട്ടത്തിൽ നമ്മുടെ മോർഗനെയും അവൻ്റെ പാരൻസ് ഇവിടെ കൊണ്ടുവിട്ടുപോയി. മോർഗൻ ഭയങ്കര സങ്കടത്തിൽ അവന് പറഞ്ഞു വെച്ച ക്യാബിനിലേക്ക് പോയി. ഒരു മുറിയിൽ 2 പേരാ. ഇവൻ്റെ കൂടെയുള്ളത് ആരാന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ ചെറുക്കനല്ലേ ഇവന് ബോൾ എറിഞ്ഞു കൊടുത്തു പോയവൻ, അവൻ തന്നെ. ഇപ്പം അവനും വേറൊരുത്തനും തല്ലി പിടിച്ചുകൊണ്ടിരിക്കുക. ഇന്നേരം അവിടേക്ക് ട്രെയിനർ വന്ന്, നോക്ക് ഇവിടെ വഴക്കുണ്ടാക്കാൻ പാടില്ല, എല്ലാവരും എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വാ, മീറ്റിംഗ് ഉണ്ട്. കുട്ടികളെല്ലാവരും തന്നെ പുറത്ത് മീറ്റിംഗ് കൂടാൻ വന്ന് നിൽക്കുക. ഇന്നേരം ആ മൊരടൻ വന്ന്, ആ പിള്ളേരെ മര്യാദയ്ക്ക് വരിയായിട്ട് നിന്നേ. എല്ലാ കുട്ടികളും അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ച് നിൽക്കുക. പക്ഷെ നമ്മുടെ ചെറുക്കിന് മാത്രം ആരുമില്ല. ഇപ്പം തൊട്ടപ്പുറത്ത് ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട്. അവൾ മോർഗനായിട്ട് സംസാരിക്കാൻ തുടങ്ങി. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. അവളുടെ പേര് പില്ലർ. ഈ സമയം അവിടേക്ക് ഇൻചാർജ് വന്നു. ഹായ്, എല്ലാവർക്കും നമ്മുടെ സമ്മർ ക്യാമ്പിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഈ സമ്മർ ക്യാമ്പ് കഴിയുന്നതോടുകൂടി ഇല്ലാതാകും. നിങ്ങൾക്ക് ആവശ്യമായ ധൈര്യം, സന്തോഷം എല്ലാം ഈ ക്യാമ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് സ്വിമ്മിങ്ങാണ്. നിങ്ങളെല്ലാവരും സ്വിമ്മിങ്ങിന് റെഡി ആയിക്കോ. ഇപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന തടിയൻ പയ്യൻ മോർഗനായിട്ട് പരിചയപ്പെടും. അവൻ്റെ പേര് ഡോയിങ്. സംസാരിച്ച് 2 പേരും ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കും. ഇൻചാർജ് കൊടുത്ത ഇൻസ്ട്രക്ഷൻ പ്രകാരം എല്ലാവരും 2 വരിയായിട്ട് അവിടെ നിൽക്കും. മോർഗന് വെള്ളം പേടിയാ, പോരാത്തതിന് അവനാണെങ്കിൽ സ്വിമ്മിങ് അറിയില്ല. ഇന്നേരം അവിടെയുള്ള സ്റ്റാഫിനോട്, തനിക്ക് സ്വിമ്മിങ് അറിയില്ല, അതിനാ വെള്ളത്തിൽ ഇറങ്ങി നിന്നില്ല എന്ന് പറയും. ഓ ശരി, ഓക്കെ, നീ പോയിക്കോ. ഇത് കേട്ട് അവിടെ നിൽക്കുന്ന രാജ്, അയ്യേ നിനക്ക് സ്വിമ്മിങ് അറിയില്ലേ? അയ്യേ, മോശം. ഇവൻ്റെ ഈ കളിയാക്കലും കേട്ട് വിഷമിച്ച് മോർഗൻ അവിടുന്ന് പോകുന്ന നേരം ഇടങ്കാലിട്ട് രാജും അവൻ്റെ ഫ്രണ്ടും ഇവനെ വീഴ്ത്തും. അവൻ വീണതും ചുറ്റുള്ള കുട്ടികൾ കളിയാക്കി ചിരിക്കും. ഇപ്പോൾ ചെയ്ത കുരുത്തക്കേട് അവന്മാരെ 2 പേരും ഓഫീസിലോട്ട് വിളിക്കും. ഇനി മേലാൽ ഇതുപോലെ ചെയ്യരുത്. ഇതാണ് നിനക്ക് ഞാൻ തരുന്ന ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. പക്ഷേ അവന്മാരുടെ മുഖത്ത് പുച്ഛം മാത്രം. ഇനിയും ചെയ്യുന്ന ഭാവം മാത്രമാണ് അവന്മാർക്കുള്ളത്. അങ്ങനെ അവന്മാർ 2 പേരും പുറത്തേക്ക് പോയി. ഇന്നേരം ഇൻചാർജ് ഒരു ഫയൽ എടുത്ത് നോക്കുന്നുണ്ട്. അന്ന് നൈറ്റ് ക്യാമ്പ് ഫയറിന് എല്ലാ കുട്ടികളും വന്നിരിക്കാം. മോർഗൻ മാത്രം തനിയായിരിക്കുന്നേ. ഇപ്പോൾ ദൂരെ അവിടെ ഒരു മരത്തിന് പുറകിൽ ആരോ നിൽക്കുന്ന പോലെ മോർഗന് തോന്നും. അതേസമയം ഡോയിങ് നമ്മുടെ മോർഗൻ്റെ അടുത്ത് വന്നിരിക്കും. ഒപ്പം വേറെയും 2 പിള്ളേർ. അങ്ങനെ അവരൊരു ഗ്യാങ്ങായി. ഇപ്പം മോർഗൻ മരത്തിൻ്റെ സൈഡിലോട്ട് ഒന്നും കൂടി നോക്കിയാൽ അവിടെ ആരെയും കാണാനില്ല. എല്ലാവരും ക്യാമ്പ് ഫയറിനൊന്ന് ചുമ്മാ ഇരിക്കുകയാണോ? എന്തെങ്കിലും പാട്ട് ഡാൻസ് ഒക്കെ ചെയ്യേ? അയ്യോ സാർ, അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രേതത്തിൻ്റെ കഥ പറഞ്ഞു തന്നാൽ മതി.
ഈ സമയം അതിലൊരു ലേഡി സ്റ്റാഫ് ഇരുട്ടിൽ മുഖത്തേക്ക് ടോർച്ചൊക്കെ അടിച്ച് കഥ പറയാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഓരോ ക്യാബിനുകളും മുൻപ് പല പല ആളുകളുടേതായിരുന്നു. അതിലൊരാൾ ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഇവിടെ മീനൊക്കെ പിടിച്ച് ട്രക്കിങ്ങിനൊക്കെ പോയി നല്ല സന്തോഷമായിട്ട് ക്യാബിനിൽ താമസിച്ചിരുന്നത്. പക്ഷേ ദിവസം രാത്രി ഇയാൾ ഈ ക്യാബിൻ്റെ ബേസ്മെൻറ്റിൽ പോയി രാവിലെ മാത്രമേ അവിടെ നിന്ന് വരികയുള്ളൂ. ഇത് കണ്ട് ഡൗട്ട് അടിച്ച ഭാര്യ എന്തിനായിരിക്കും ഇയാളെ എന്നും നൈറ്റ് ബേസ്മെൻറ്റിൽ പോകുന്നതെന്ന് വെച്ച് ചെക്ക് ചെയ്താൽ അവൾക്ക് ആകെ ഷോക്കായിപ്പോയി. ഇയാൾ ഒരുപാട് ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് കയ്യും കാലും കണ്ടം തുണ്ടാക്കി എല്ലാം ചേർത്ത് വെച്ച് ഒരു വലിയ മോൺസ്റ്റർ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഭാര്യ ഇത് കണ്ടെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ അയാളുടെ ഭാര്യയും മക്കളെയും ഓപ്പറേഷൻ ചെയ്ത് ഒന്നാക്കി തീർത്തു. പിന്നീട് അയാൾ ഇവിടുന്ന് മുങ്ങി. ഇതിനെല്ലാം ശേഷം നമ്മുടെ കമ്പനി ഇത് വിലക്ക് വാങ്ങിയത്. എന്നാൽ ഇപ്പോഴും അയാൾ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന സംസാരം. ഏയ്, ഞാനാണ് ആ ഡോക്ടർ. നമ്മുടെ മൊരടൻ ഇതും പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കും. കുട്ടികളും ഒന്ന് പേടിക്കും. സമയം എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോകും. ഇപ്പോൾ മോർഗൻ അവൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ പിള്ളേർ ഇവൻ്റെ അടുത്ത് സംസാരിച്ചു വരും. നിന്നെ രാജു തള്ളിയപ്പോൾ നിനക്ക് ഒരുപാട് വേദനിച്ചോ? ഇല്ലില്ല. പിള്ളർ, ഇന്ന് മാം പറഞ്ഞ ആ ഡോക്ടറുടെ കഥ ശരിക്കുള്ള സംഭവമാണോ? എന്താ, നിനക്ക് പേടിയാ? ഇല്ലില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി കേട്ടതാ. എനിക്കറിയില്ല. ശരി മോർഗൻ, ഞാൻ നിന്നെ ഇവിടെ ആക്കാൻ വേണ്ടി വന്നതാ. എനിക്കറിയാം നിനക്ക് തനിയെ വരാൻ പേടിയാണെന്ന്. എൻ്റെ ക്യാബിൻ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ശരി, നാളെ കാണാം. അന്ന് നൈറ്റ് ഉറങ്ങാൻ കിടന്ന നമ്മുടെ ആൾക്ക് അപ്പോഴാ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്. ടോയ്ലറ്റെല്ലാം ക്യാബിൽ നിന്ന് സെപ്പറേറ്റ് തനിയെ ഒരിടത്താ. അങ്ങനെ അവനും തനിയെ അവിടേക്ക് പോകും. ഇന്നേരം എവിടുന്നോ വെള്ളം ടോയ്ലറ്റിനകത്തേക്ക് കയറാൻ തുടങ്ങി. ഇത് കണ്ട് നമ്മുടെ ആൾ ലൈറ്റാ പേടിക്കും. കുറച്ച് സമയത്തിനുള്ളിൽ അത് ശരിയാകും. ശേഷം എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇവൻ്റെ മുത്തശ്ശൻ പുറത്തൊരു ചെയറിലിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇതെല്ലാം തന്നെ ഇലൂഷനാ. അവിടുന്ന് തിരിച്ച് ക്യാബിനിലോട്ട് പോകാൻ നോക്കുമ്പോൾ ക്യാബിൻ്റെ ഡോറും തുറന്ന് സർജറിക്ക് ഡോക്ടർ ധരിക്കുന്ന ഡ്രസ്സ് ഇട്ട് ഒരുത്തൻ ഇവൻ്റെ അടുത്തോട്ട് വരുന്നു. ഇവനും ഇത് കണ്ട് പേടിച്ച് അവിടുന്ന് നേരെ സ്റ്റാഫ് റൂമിലേക്ക് ഓടി. ചെന്നപാടെ അവൻ കണ്ട കാര്യം പറയും. പക്ഷെ ആരും അത് വിശ്വസിക്കില്ല. കാരണം ഈ സമ്മർ ക്യാമ്പിന് വന്ന ഓരോ കുട്ടികൾക്കും എന്തെല്ലാം പ്രശ്നമുണ്ട്, അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പാരൻസിൽ നിന്ന് എഴുതി വാങ്ങിയിട്ടുണ്ട്. മോർഗൻ്റെ അമ്മ അവന് വെള്ളം കണ്ടാലേ പേടിയാ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ സ്വപ്നങ്ങൾ കാണും എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. മോനെ, നിനക്ക് വെള്ളം പേടിയില്ലേ? അതുമില്ലാതെ ഇന്ന് നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സ്റ്റോറി പറഞ്ഞു തന്നല്ലോ, അത് നിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പേടിക്കാതെ. അങ്ങനെ ഒരു വിധേന അവനെ സമാധാനപ്പെടുത്തി അതിലൊരു സ്റ്റാഫ് അവനെ മുറിയിൽ കൊണ്ടുവിട്ടു. അന്ന് രാവിലെ നമ്മുടെ മോർഗൻ്റെ ടീം ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും. ശേഷം തിരിച്ച് മുറിയിൽ വന്ന രാജ എന്തോ തപ്പിക്കൊണ്ടിരിക്കാം. എന്താടാ, എന്താ നീ തപ്പുന്നേ? ഞാൻ എന്തു തപ്പിയാലും നിനക്കെന്താടാന്ന് ചോദിച്ച് മോർഗനെ തള്ളിയിട്ട് രാജ് പുറത്തേക്ക് പോകും. ഇതോടെ നമ്മുടെ ആള് ആകെ മൂഡ് ഓഫ് ആകും. ഇന്നേരം അതുവഴി വന്ന സ്റ്റാഫ്, എന്തു പറ്റി മോർഗൻ, എന്താ സൈഡായിരിക്കുന്നേ? എനിക്ക് ഈ മുറി വേണ്ട, എനിക്ക് രാജിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നോക്ക് മോർഗൻ, നീ വിഷമിക്കാതെ. ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുട്ടികളും അവരുടെ ലൈഫിൽ നല്ലൊരു മാറ്റം വരണമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജിനും മാറ്റങ്ങളുണ്ടാകും. നീ വിഷമിക്കാതെ. അടുത്ത നാൾ മോർഗൻ, ഡോയിങ്, പില്ലർ ഇവർ 3 പേരും കൂടി സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് രാജ് വരും. മോർഗൻ, എനിക്ക് നിന്നോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഇവനും സ്റ്റാഫ് ഇവനെ ഉപദേശിച്ച് നന്നാക്കിയിരിക്കും. അവർ പറഞ്ഞ പോലെ ഇവന് വല്ല നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അവൻ വിളിച്ചോടത്തേക്ക് പോകും. സോറി മോർഗൻ, ഞാൻ നിന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. ഐ എം റിയലി സോറി. നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അതിനായി നല്ലൊരു തുടക്കം കുറിക്കാമെന്ന് പറഞ്ഞ്, നിനക്ക് സ്വിമ്മിങ് അറിയില്ലല്ലോ, ആദ്യം നീ അത് പോയി പഠിക്കുന്ന പറഞ്ഞ് അവനെ വെള്ളത്തിലേക്ക് തള്ളിയിടും. നമ്മുടെ ആളുടെ ഗതി അതോ ഗതിയായി. രാജു ഒരു കൂസലില്ലാതെ അവിടെ നിന്ന് പോകും. ഇപ്പോൾ ഇത് കണ്ട് മോർഗനെ രക്ഷിക്കാൻ വന്ന അവൻ്റെ ഫ്രണ്ടിനെ രാജ അടിച്ചു പരിവാക്കി. ഒച്ചയും ബഹളവും കേട്ട് അവിടേക്ക് ഇൻചാർജും സ്റ്റാഫും എല്ലാം എത്തി. രാജനെ പിടിച്ചു വെക്കും. മോർഗൻ അവിടെ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുക. ഇന്നേരം അവൻ്റെ മുത്തശ്ശൻ അവൻ്റെ കൈകൾ പിടിച്ചു രക്ഷിക്കും. പക്ഷേ ഇത് അവൻ്റെ ഇല്യൂഷനായിരുന്നു. സത്യത്തിൽ അവനെ പിടിച്ചു കയറ്റിയത് സ്റ്റാഫായിരുന്നു. അയാൾ CPR എല്ലാം കൊടുത്ത് മോർഗനെ ഓക്കെ ആക്കും. ഈ സംഭവങ്ങൾക്ക് ശേഷം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന മോർഗൻ്റെ അടുത്തോട്ട് ഇൻചാർജ് വന്ന്, മോർഗൻ, നിന്റെ അടുത്ത് രാജ് നടന്ന വിധം ഒട്ടും ശരിയല്ല. അവൻ്റെ ക്യാരക്ടർ കുറച്ച് ശരിയല്ല. ഞങ്ങൾ അവന് കൗൺസിലിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടെ എല്ലാം ശരിയാകും. നീ സമാധാനത്തോടെ ഉറങ്ങിക്കോ. അങ്ങനെ മോർഗൻ ഉറങ്ങും. ഇപ്പോൾ അവൻ്റെ സ്വപ്നത്തിൽ മുത്തശ്ശൻ ഭയങ്കരമായിട്ട് അട്ടഹാസിക്കാം. ഇതെല്ലാം കണ്ട് മുത്തശ്ശൻ്റെ മുൻപിലിരിക്കുന്ന മോർഗൻ്റെ വായിൽ നിന്ന് വെള്ളം ചീറ്റിയടിക്കും. പെട്ടെന്ന് ഞെട്ടി കണ്ണ് തുറന്നാൽ തൊട്ടപ്പുറത്തുള്ള ബെഡിൽ രാജിനെ കാണാനില്ല. ഇവൻ ഈ പാതിരാത്രി എവിടെ പോയെന്ന് വെച്ച് അവൻ പുറത്തോട്ടൊന്ന് എത്തി നോക്കിയാൽ അവിടെയുള്ള മറ്റൊരു ക്യാബിനിൽ ലൈറ്റ് കത്തുന്നു. എന്തായിരിക്കും അവിടെ നിന്ന് വെച്ച് മോർഗൻ ചെന്ന് നോക്കിയാൽ ആ ക്യാബിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന വെളിച്ചം.
പതിയെ പതിയെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലും. കണ്ണ് അട്ടിച്ചു പോകുന്ന തരത്തിലാണ് അവിടെ വെളിച്ചം. ആ വെളിച്ചത്തിൽ ശരിക്കും ഒന്നും വ്യക്തമായിട്ട് കാണാനില്ല. അങ്ങനെ അവൻ നോക്കി നോക്കി വരുമ്പോൾ ഒരു മനുഷ്യന്റെ മാംസം അവിടെ ടേബിളിലിരിക്കുന്നു. തൊട്ടപ്പുറത്ത് മറ്റൊരു മനുഷ്യനെ കിടത്തിയിട്ടുണ്ട്. അത് മറ്റാരല്ല, നമ്മുടെ രാജ. അവന്റെ വയറ് കീറി മുറിച്ച് അതിൽ എന്തൊക്കെയോ വയറെല്ലാം കണക്ട് ചെയ്തു വെച്ചിരിക്കുക. ഇന്നേരം അതിന്റെ അടുത്ത് നിൽക്കുന്ന ഡോക്ടർ മോർഗനെ കാണും. അയാൾ അവനെ പിടിച്ചു വലിക്കും. ഇന്നേരം മുത്തശ്ശൻ കൊടുത്ത കത്തി അവന്റെ കയ്യിലുണ്ട്. അതും വെച്ച് അയാളുടെ കാലിൽ ഒരു കുത്തും കുത്തി അവിടുന്ന് എസ്കേപ്പ് ആകാൻ നോക്കുന്ന നേരം ഇപ്പുറത്തെ ടേബിളിൽ മറ്റൊരു പെണ്ണ് കിടക്കുന്നു. അവളാണെങ്കിൽ കണ്ണ് തുറന്നാ കിടക്കുന്നത്. ഇതെല്ലാം കണ്ട് തരിച്ചുപോയ മോർഗൻ അവിടുന്ന് ഓടി തന്റെ ഫ്രണ്ട്സിന്റെ ക്യാബിനിലേക്ക് പോയി. എടാ ഡോയിങ്, എഴുന്നേൽക്കടാ, അന്ന് നമ്മളോട് ഡോക്ടറുടെ കഥ പറഞ്ഞില്ലേ, അത് ശരിക്കുള്ള സംഭവമാണ്, ഞാൻ കണ്ടതാ. അയാൾ മനുഷ്യരെല്ലാം പീസാക്കി കിടത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും അയാൾ പിടിച്ചു കൊണ്ടുപോകുന്ന തോന്നുന്നേ. പക്ഷെ ഇവന്റെ വാക്ക് ആരും വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് ഇവന് വേണ്ടി രാജന്റെ കൈ നാട്ടിക്കൊണ്ടില്ലേ അവൻ. ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് മതിയായില്ലടാ, ഇതൊക്കെ നിനക്ക് തോന്നുന്നതാ. ഈ സമയം അവിടേക്ക് ആ ഡോക്ടർ ഷോക്ക് കൊടുക്കുന്ന ഒരു ഡിവൈസുമായി അവിടേക്ക് എത്തി. വന്ന പാടെ മുൻപിൽ നിൽക്കുന്ന ഒരുത്തനെ ഷോക്ക് കൊടുത്ത് മയക്കി. ഇത് കണ്ട് നമ്മുടെ ഗ്യാങ്ങിനെ കാര്യം പിടിയിട്ട് അവർ അയാളെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടി. അയ്യോ ഡോക്ടർ വന്നേ, രക്ഷപ്പെട്ടെന്നുള്ള ഇവരുടെ ഈ ബഹളം കേട്ട് മറ്റു കുട്ടികളും ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഓടി. ഇതെല്ലാം സ്റ്റാഫ് റൂമിലിരുന്ന് സ്റ്റാഫ് കാണും. ഉടനെ അതിലൊരു ലേഡി പുറത്തിറങ്ങി വന്ന്, കുട്ടികളെല്ലാവരും എൻ്റെ അടുത്തേക്ക് ഓടി വായോ, വേഗം വാ എന്നൊക്കെ പറയും. അങ്ങനെ ഒരുവിധം കുട്ടികളൊക്കെ ആ മുറിയിൽ കയറി. നമ്മുടെ ഗ്യാങ് മാത്രം മറ്റൊരിടത്ത് പോയി വിളിച്ചിരിക്കും. ഇപ്പം മോർഗൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഗേൾ ഫ്രണ്ടില്ലേ, അവളെ രക്ഷിക്കണമെന്ന്. എടാ, നമ്മളെ ആരെങ്കിലും രക്ഷിക്കണം, അപ്പോഴാ പിന്നെ അവളെ രക്ഷിക്കാൻ പോകുന്നത്. ഇപ്പോൾ അവിടേക്കും ആ ഡോക്ടർ എത്തി. ഇന്നേരം അവരെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അയാളിൽ നിന്ന് എങ്ങനെയൊക്കെ അവർ 3 പേരും കൊതറിയോടി എത്തിപ്പെട്ട നമ്മുടെ പില്ലറിൻ്റെ അടുത്തോട്ടാ. അവിടെ ചെന്നപാടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം പറയും. പക്ഷെ അവർ വിശ്വസിക്കില്ല. ഇതേ സമയം അവിടെയും ഡോക്ടർ എത്തി. അവിടെ നിന്നിരുന്ന ഒരു പെണ്ണിന് ഷോക്ക് കൊടുക്കുന്നത് ഇവർ നേരിട്ട് കാണും. ഇതോടെ 5 എണ്ണം ജെറ്റ് പായുന്ന പോലെ അവിടുന്ന് പായും. ഇപ്പുറത്തെ സ്റ്റാഫ് ലേഡി എല്ലാ കുട്ടികളെയും അവരെ ക്യാബിനിലേക്ക് മാറ്റും. പക്ഷേ ഇവർ 5 എണ്ണം ആ പരിസരത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ആയുധം വേണം എന്നൊക്കെ ഡിസ്കഷൻ പോകുമ്പോഴാണ് ദൂരെ നിന്ന് ഇവരെ പിടിക്കാൻ ഡോക്ടർ വരുന്നത് കാണുന്നത്. ഉടനെ 5 എണ്ണം അവിടെ നിന്നും ഓടി. ഇപ്പം ഈ ഡോക്ടർ വരുന്നത് കണ്ട് ഒരു സ്റ്റാഫ് അയാളെ, പ്ലീസ് ഇതെല്ലാം ഒന്ന് നിർത്ത്, എന്നാൽ അയാൾ അവനിട്ടൊന്ന് കൊടുത്തിട്ട് അവിടുന്ന് പോകും. അങ്ങനെ ഒരു വിധന അവർ ലേക്കിൻ്റെ അടുത്തുള്ള മുറിയിൽ വന്ന് നിൽക്കും. അവിടെ നിറയെ ബോട്ടും അതുമായിട്ട് റിലേറ്റഡ് ഉള്ള കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഈ ബോട്ടിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ? നമ്മുടെ ആൾക്കാണെങ്കിൽ വെള്ളം പേടിയാണല്ലോ. അതിനാൽ ഞാനില്ല, നിങ്ങൾ പോയിക്കൊന്നൊരു മറുപടി പറയും. എന്താടാ മോർഗൻ, നീ എന്തിനാ ഈ വെള്ളം കാണുമ്പോൾ പേടിക്കുന്നതെന്നൊക്കെ കേട്ടാൽ ഇപ്പോഴാണ് അവനുണ്ടായ ട്രാജഡി അവൻ പറയുന്നത്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവൻ പൂളിൽ വീഴും. ഇവനാണെങ്കിൽ സ്വിമ്മിങ് അറിയില്ലല്ലോ. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയും താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ മരിക്കുന്നുള്ള കണ്ടീഷൻ വരെയായി. അപ്പോഴേക്കും അവൻ്റെ മുത്തശ്ശൻ അവനെ വന്ന് രക്ഷിക്കും. ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് വെള്ളം കണ്ട പേടിയാ. ഇതുമായി ഞാൻ ഒരുപാട് ദുസ്വപ്നങ്ങളും കാണാറുണ്ട്. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. മോർഗനെ വിട്ട് ആരും എവിടെയും പോകുന്നില്ല, ഡോക്ടറെ നേരിടാന്ന്. അങ്ങനെ ഇരിക്കെ അവിടേക്ക് ഒരുത്തം വരും. അത് മറ്റാരല്ല, നമ്മുടെ മൊറഡന. കുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ആരും ഒന്നും മിണ്ടില്ല. ഇതേ സമയം അതിലൊരുത്തൻ, സാർ ഇവിടെ ആ ഡോക്ടർ വന്നിട്ടുണ്ട്, എനിക്ക് പേടിയാകുന്നു, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. നീ വിഷമിക്കാതെ എൻ്റെ കൂടെ വാ, നിന്നെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടി പുറത്തോട്ടിറങ്ങിയാൽ നേരെ മുൻപിൽ ഡോക്ടർ നിൽക്കുന്നു. ഇപ്പോൾ ഡോക്ടറെ അടിച്ചു വീഴ്ത്തി മൊറഡൻ കുട്ടിയെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ തെറ്റി. അയാൾ നേരെ കുട്ടിയെ ഡോക്ടർക്ക് കൈമാറി. ഉടനെ ഷോക്ക് കൊടുത്ത് ഡോക്ടർ അവനെ മയക്കി. ഈ മൊറഡനും ഡോക്ടറുടെ ആളാ. കുറച്ച് കുട്ടികൾ കൂടി അകത്തുണ്ട് തോന്നുന്നു, ഞാൻ പോയി അവരെ പിടിച്ചു കൊണ്ടുവരാമെന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞതും അവൻ്റെ നേരെ ബോട്ട് തള്ളിയിട്ട് നമ്മുടെ ഗ്യാങ് അവിടുന്ന് രക്ഷപ്പെടും. ഇപ്പം മൊറഡൻ ഡോക്ടറെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ആ ക്യാമ്പിലെ എല്ലാ സ്റ്റാഫും അയാൾക്ക് സപ്പോർട്ടാണ്. ഒരു ലേഡി സ്റ്റാഫ് കുട്ടികളെല്ലാവരും ഒരു ക്യാബിനിലേക്ക് മാറ്റിയില്ലേ, അവിടേക്ക് ഡോക്ടർ വന്ന് എല്ലാവർക്കും ഷോക്ക് കൊടുത്ത് മാറ്റി. ഇനി ബാക്കിയുള്ളത് നമ്മുടെ മോർഗനും അവൻ്റെ ഫ്രണ്ട്സാണ്. അവർ പോകുന്ന വഴിയിൽ അവിടെ ഇവിടെയായിട്ട് കുറേ കുട്ടികൾ മയങ്ങിക്കിടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവിടുന്ന് ടീം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പില്ലറിൻ്റെ ഫ്രണ്ട് അവൾ വഴിതെറ്റി വേറെ ഏതോ വഴിയിലൂടെ കടന്ന് അവസാനം റോഡ് സൈഡിലെത്തി. ഇന്നേരം അതുവഴി വന്ന വണ്ടിക്ക് കൈ കാണിക്കും. അതൊരു പോലീസ് വണ്ടിയായിരുന്നു. ആ ലേഡിയോട് അവൾ കാര്യം പറയും, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കേ പ്ലീസ്. ശരി മോള് പേടിക്കാതെ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് പോലീസുകാരി അവളെ വണ്ടിയിൽ കയറ്റി. ഇപ്പുറത്ത് അവളെ മിസ്സായെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. ആ ഒരു ടെൻഷന് അങ്ങനെ നിൽക്കുന്ന നേരം അവിടേക്കൊരു സ്റ്റാഫ് വരും. നമ്മുടെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ലേ, അവൻ തന്നെ. സർ, ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും ആ ഡോക്ടർ കൊന്നുകൊണ്ടിരിക്കുക,
പ്ലീസ് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. ഒരു കാര്യം ചെയ്യ്, നമ്മുടെ സമ്മർ ക്യാമ്പിൻ്റെ ഇൻചാർജില്ലേ, അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരു ഫോണുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരു പാസ്വേഡ് അറിയണം. അതെന്താണെന്നുള്ളതും ഇവൻ ആ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. അത് കിട്ടിയ പാടെ മൂവർ സംഘം അവിടേക്ക് വെച്ചു പിടിക്കും. ചെന്ന പാടെ ടെലിഫോൺ എടുത്ത് കോൾ ചെയ്ത് നോക്കിയാൽ ലൈൻ കിട്ടുന്നില്ല. ഇനി എന്തു ചെയ്യുന്നറിയാതെ നിൽക്കുക. അവർ അന്നേരം അവിടെ ഒരു ഫയൽ കാണും. അതെടുത്ത് വായിച്ചാൽ രാജിനെ കുറിച്ചാണ്. രാജ്, മോർഗൻ പിന്നെ മറ്റു കുട്ടികളെല്ലാം വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്നു. വളരെ മോശപ്പെട്ട ക്യാരക്ടറാണ്. രാജിൻ്റെ എല്ലാ പ്രോബ്ലംസും ക്ലിയർ ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സ്റ്റാഫ് റൂമിൽ എല്ലാ സ്റ്റാഫും ഇരിക്കുന്നുണ്ട്. ഇന്നേരം അവിടേക്ക് ഡോക്ടർ വരും. ഇപ്പം അയാൾ മാസ്ക് ഊരി നോക്കിയാൽ അതും ഒരു സ്റ്റാഫ് തന്നെയാണ്. ഡോക്ടറുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ ഒരുത്തനുണ്ടല്ലോ. എന്തിനാടാ നീ എന്നെ അടിച്ചത്? സോറിടാ, ഞാൻ ഡോക്ടർ എന്ന ക്യാരക്ടർ ആയപ്പോൾ അറിയാതെ നിന്നെ അടിച്ചതാ. കുട്ടികളിൽ ഒരു 3-4 മിസ്സായിട്ടുണ്ട്. അവരെ ഇനി എവിടെ പോയി കണ്ടെത്താനാ? ഇപ്പോൾ അടി കിട്ടിയവനില്ലേ, അവൻ കൃത്യമായിട്ട് പിള്ളേരെ എവിടെയാ ഉള്ളതെന്ന് പറയും. ഉടനെ മൊരടനും ബാക്കി സ്റ്റാഫും ഓഫീസ് മുറിയിലേക്ക് പായും. വാതിൽ തുറക്കടാ, മര്യാദയ്ക്ക് വാതിൽ തുറന്നോ. പക്ഷെ അവർ തുറക്കില്ല. ഇന്നേരം മൊരടൻ ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ചവിട്ടി തുറക്കാൻ ഒരുങ്ങും. 1, 2, 3 സ്റ്റാർട്ട്. മൊരടൻ ഓടി കതകിൽ ചവിട്ടിയതും ഡോയിങ് ഡോർ ഓപ്പൺ ചെയ്തതും ഒരേ സമയമാണ്. ഇതോടെ മൊരടൻ നേരെ ടേബിളിൽ പോയി പതുക്കോന്ന് വീഴും. എടാ ഡോയിങ്, ഇത് നിന്റെ പണിയാണെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ ചുമ്മാ വിടില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ ഇരുന്ന ബാറ്റ് എടുത്ത് ഡോയിങ് അവൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുക്കും. ഇതോടെ മൊരടൻ ഒരു മുടുക്കനായി മാറി. അതേസമയം മറ്റൊരു ലേഡി സ്റ്റാഫ് വന്ന് ഡോയിങ്ങിന് ഷോക്ക് കൊടുത്ത് മയക്കി. ഇപ്പുറത്ത് പോലീസുകാരിയുടെ കൂടെ പിള്ളറിൻ്റെ ഫ്രണ്ട് പോയില്ലേ, ഇപ്പം ആ പോലീസുകാരി അവളെയും കൂട്ടി തിരിച്ച് ഈ ക്യാമ്പിലേക്ക് വന്നിരിക്കും. ഇന്നേരം അവരുടെ അടുത്തോട്ട് വന്ന സ്റ്റാഫ് അവളെയും ഷോക്ക് കൊടുത്ത് മയക്കി. ഈ സമയം സമ്മർ ക്യാമ്പിലേക്ക് 2 വണ്ടി ആളുകൾ ഡോക്ടർമാരുടെ ഡ്രസ്സും ധരിച്ച് വന്നിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള പെട്ടിയിൽ നിറയെ സാധനങ്ങളുണ്ട്. ആ സാധനം വെച്ച് മയങ്ങിക്കിടക്കുന്ന കുട്ടികളെ എന്തോ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക അവർ. ഇതേ സമയം മുങ്ങി നടക്കുന്ന നമ്മുടെ മോർഗനും അവൻ്റെ ഗേൾ ഫ്രണ്ടും ഇപ്പോൾ ഫയലുകൾ വെച്ചിരിക്കുന്ന മുറിയിലാണ്. ഇന്നേരം അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയാൽ അവിടെ നമ്മുടെ രാജിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉള്ള ഫയൽ കിട്ടും. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഡേറ്റ് ഓഫ് ഡെത്ത് വരെ എഴുതി വെച്ചിട്ടുണ്ട്. രാജ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനെ എഴുതാൻ സാധിക്കും? അടുത്ത പേജ് മറിച്ചു നോക്കിയാൽ അവൻ മരിച്ചപ്പോൾ എടുത്തിട്ടുള്ള ഒരു പിക്കും ആ ഫയലുണ്ട്. രാജിൻ്റെ ഫയലിൽ മാത്രമല്ല, ഈ സമ്മർ ക്യാമ്പിന് വന്നിരിക്കുന്ന എല്ലാവരുടെ ഫയലും ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഡേറ്റ് ഓഫ് ഡെത്ത് വരെയുള്ളതുണ്ട്. എങ്ങനെ ഇവർക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നു? ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ ഇവർ 2 പേരും സ്റ്റാഫ് റൂമിലേക്ക് പോകും. ഒപ്പം 2 ഷോക്ക് കൊടുക്കാനുള്ള മെഷീനും എടുക്കും. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇവിടെ എന്താ നടക്കുന്നത്? എന്തിനാ കുട്ടികളുടെ ഫയലിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഇപ്പോഴാണ് ആ ട്വിസ്റ്റ്. അതായത് ഈ സമ്മർ ക്യാമ്പിന് വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും മരിച്ചതാ. നമ്മുടെ മോർഗനും അവൻ വെള്ളത്തിൽ മുങ്ങിയില്ലേ, അന്ന് അവൻ പറഞ്ഞ കഥയിൽ അവൻ്റെ മുത്തശ്ശൻ രക്ഷപ്പെടുത്തിയെന്ന സത്യം എന്താണെന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ അവൻ മുങ്ങി മരിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെയുള്ള എല്ലാ കുട്ടികളും ഇതുപോലെ ഓരോരോ കാരണത്താൽ മരിച്ചുപോയവരാ. ഈ സമ്മർ ക്യാമ്പിൻ്റെ ഇൻചാർജ് അയാൾ ശരിക്കും ഒരു സയൻറ്റിസ്റ്റാണ്. അയാൾ ഈ മരിച്ചുപോയ കുട്ടികൾക്ക് വീണ്ടും ജീവൻ വെപ്പിക്കും. അവരൊരു റോബോട്ട് പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാ. മോർഗൻ അന്ന് വെള്ളത്തിൽ മുങ്ങി മരിച്ചു. എന്നാൽ മുത്തശ്ശൻ അവനെ രക്ഷിക്കുന്ന പോലെ ഫേക്കായിട്ടുള്ള ഒരു മെമ്മറി അവനിൽ ഉണ്ടാക്കി വെച്ച് അവൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്ന പോലെ ചെയ്തു വെച്ചിരിക്കുക. ഇതുപോലെയാ എല്ലാ കുട്ടികളെയും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതായത് കുട്ടികൾ മരിച്ച അച്ഛനമ്മമാർക്ക് ഇനിയൊരു ചാൻസും കൂടി അവരുടെ മക്കളുടെ കൂടെ ജീവിക്കാനായിട്ട് സയൻറ്റിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുക. അതുപോലെ സമ്മർ ക്യാമ്പ് എന്ന ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ പാരൻസ് എഴുതി കൊടുക്കും. അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. രാജെന്ന പയ്യൻ ഭയങ്കര വെടക്കെട്ട സ്വഭാവക്കാരനായിരുന്നേ, അതൊരു കംപ്ലൈൻറ്റാണ്. അതിനാൽ അവനെ ബേസ്മെൻറ്റിൽ കൊണ്ടുപോയി കിടത്തി സർക്യൂട്ട് ശരിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് മോർഗൻ അവിടേക്ക് വന്നത്. മോർഗനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ് അവന് വെള്ളം കണ്ടാൽ പേടി, സ്വിമ്മിങ് അറിയില്ല എന്നൊക്കെയാണ്. രാജിൻ്റെ കംപ്ലൈൻറ്റ് ശരിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് മോർഗൻ അത് കണ്ടത്. പിന്നെ എല്ലാവർക്കും ഇത് മനസ്സിലായി ആകെ മൊത്തം ഒരു പ്രശ്നമായി. അതോടെ ഒരു ആവശ്യമില്ലാതെ എല്ലാവർക്കും ഷോക്ക് കൊടുക്കേണ്ടി വന്നു. സാധാരണ മനുഷ്യരാണെങ്കിൽ ഷോക്ക് കെട്ടി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നോർമലാകും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല, കുറച്ച് സമയമെടുക്കും. ഇതെല്ലാം കേട്ട് ആകെ തരിച്ചു നിൽക്കാണ് മോർഗനും അവൻ്റെ ഗേൾ ഫ്രണ്ടും. ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഷോക്ക് കൊടുത്ത് കിടത്തിരിക്കുകയാണല്ലോ. അവരിനി നോർമലായി വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മെമ്മറിയിൽ ഇവിടെ ഒരു ഡോക്ടർ ഉള്ളതും അയാൾ ഇവർക്ക് ഷോക്ക് കൊടുത്തതൊക്കെ ഓർമ്മ വരും. സോ അതില്ലാതിരിക്കാനായിട്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ പുതിയൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് ഇവരുടെ ബ്രെയിനിൽ ഇൻജക്ട് ചെയ്തു. അപ്പോൾ പഴയ മെമ്മറിയൊക്കെ മാഞ്ഞു പോയി പുതിയ മനുഷ്യരായിട്ട് മാറിക്കോളും. ഇപ്പോൾ അതിലൊരു സ്റ്റാഫ് അവർ 2 പേരുടെ അടുത്തും നോക്ക്, നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, പുതിയ പ്രോഗ്രാം നിങ്ങളുടെ ബ്രെയിനിൽ കയറ്റി ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും മറന്ന് ജീവിക്കുന്നു, അതോ പഴയ പ്രോഗ്രാമിൽ ജീവിക്കുന്നു. ഇതിന് മോർഗൻ എന്താ ആൻസർ പറഞ്ഞതെന്നറിയില്ല. അവിടെ കട്ട് ചെയ്താൽ അടുത്ത ദിവസം രാവിലെ എല്ലാ കുട്ടികളും ജോളിയായി കളിച്ച് ചിരിച്ചിരിക്കാം.
നമ്മുടെ രാജൊക്കെ മോർഗനെ സ്വന്തം സഹോദരനെ പോലെ കണ്ട് സംസാരിക്കുന്നത്. ഇന്നേരം അവിടേക്ക് മോർഗൻ ചെക്കൻ വരും. അവൻ്റെ മുഖം നല്ല ചുവന്ന തുടുത്തരിക്കുന്നത്. എന്ത് പറ്റി ചേട്ടാ, എന്താ മുഖത്ത് നിന്ന് ഡ്രോയിങ് കേട്ടാൽ? ഏയ് അതൊന്നുമില്ല, ഞാനൊന്ന് വീണതാ. വീണതോ അത് എവിടുന്നെങ്കിലും അടി കിട്ടിയതോ എന്ന് നമ്മുടെ മോർഗൻ്റെ ചോദ്യത്തിൽ തന്നെയുണ്ട് അവൻ അവൻ്റെ പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്തോ ഇല്ലെന്നുള്ളത്. അവന് കുറച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ സയൻറ്റിസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. വെള്ളം കാണുമ്പോൾ ഉണ്ടായിരുന്ന ഭയം അതങ്ങ് ഇല്ലാതെയായി. നല്ല ജോളിയായിട്ട് അവനിപ്പോൾ വെള്ളത്തിലിറങ്ങി കളിക്കാൻ ആരംഭിച്ചു. ഇപ്പോഴാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. ക്യാമ്പിൽ ഒരു ലേഡി സ്റ്റാഫിൻ്റെ ജഡം ആ പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. ഇന്നേരം നമ്മുടെ സയൻറ്റിസ്റ്റിന് ഒരു കോൾ വരുന്നുണ്ട്. അതായത് ഈ സമ്മർ ക്യാമ്പ് പോലെ തന്നെ ഒത്തിരി സമ്മർ ക്യാമ്പുകൾ അവിടെ വേറെയും ഉണ്ട്. സാർ, നമ്മളിപ്പോൾ പുതിയൊരു പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്തില്ലേ? ആ പ്രോഗ്രാം നിറയെ പ്രോബ്ലംസ് ഉണ്ട്. നീ വേറെ, നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത പ്രോഗ്രാമിൽ ഇവിടെ രാജ് എന്നൊരു പയ്യനുണ്ടായിരുന്നു. അവനിപ്പോൾ നല്ല മിടുക്കനായി മാറി. അയ്യോ സാർ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മൾ എപ്പോൾ ഇറക്കിയ ഈ പ്രോഗ്രാമിനാലെ കുട്ടികൾ കൂടുതൽ മോശക്കാരായി മാറിക്കൊണ്ടിരിക്കുക. ഈ പ്രശ്നം വളരെ ഗുരുതര. നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചോ. ഇപ്പോൾ ഫോൺ കട്ടാക്കി സയൻറ്റിസ്റ്റ് മുഖം ഉയർത്തി നോക്കിയാൽ അയാൾ ആകെ ഷോക്കാകും. പില്ലറില്ലേ, അവൾ ആകെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു. ഇവളാണ് ആ ലേഡി സ്റ്റാഫിനെ കൊന്നത്. ഇന്നേരം സയൻറ്റിസ്റ്റിനെ കാര്യം പിടികിട്ടും. പുതിയ പ്രോഗ്രാമിൽ ഗുരുതര വീഴ്ച വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യം കൂടുതലാണ്. ആ ദേഷ്യം അവരെ കൊലയിലേക്ക് തന്നെ നയിക്കുന്നുണ്ട്. ഉടനെ പില്ലർ കത്തിയെടുത്ത് ഇൻചാർജിനെ കൊല്ലാൻ വരും. ഇവിടെ ഈ സിനിമ അവസാനിക്കും. നമ്മുടെ ആൾ പഴയ പ്രോഗ്രാമിലുള്ളത്, ആരൊക്കെ പുതിയ പ്രോഗ്രാമിലുള്ളത്, ആ കുട്ടികൾക്കൊക്കെ ഇതുപോലാകാൻ ചാൻസ് കൂടുതലാണ്. ഇനി എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ടറിയാം. നന്ദി, നമസ്കാരം.